നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ രാഹു രാശി മാറുകയാണ്. ഏകദേശം 18 മാസങ്ങൾക്ക് ശേഷമാണ് രാഹു രാശി മാറുന്നത്. ജ്യോതിഷത്തിൽ നിഗൂഢഗ്രഹമായി ഒക്കെ കണക്കാക്കുന്ന ഈ രാഹുവിന്റെ രാശിമാറ്റം തീർച്ചയായും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. 2025 ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായും മാർച്ച് 30 അല്ലെങ്കിൽ മാർച്ച് 29 ശേഷം ഉണ്ടായിട്ടുള്ള ശനിമാറ്റവും ഇനി വരാൻ പോകുന്ന വ്യാഴമാറ്റവും രാഹുമാറ്റവും എല്ലാം തന്നെ 2025 നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2025 ധനുരാശിക്കാർക്ക് വളരെ നിർണായകമായിരിക്കും. ഇവിടെ ശനി 30 വർഷങ്ങൾക്ക് ശേഷം മീനൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ ഈ വരുന്ന മെയ് 14 മാറുന്ന വ്യാഴവും ഇവർക്ക് വളരെ അനുകൂലമാണ്. കാരണം 7ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അത് വളരെ അനുകൂല ഭാവത്തിലേക്കാണ്. അതിന് തൊട്ടുപുറകെ തന്നെ മെയ് 18 വരുന്ന രാഹുമാറ്റം, അതൊരു 18 മാസം നിലനിൽക്കുന്നതാണ്. ഏകദേശം 1.5 വർഷക്കാലം അതിന്റെ ഒരു ഫലം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രാഹുവിന്റെ മാറ്റവും കൂടി ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിൽ യാതൊരുവിധ സംശയമുണ്ട്. 2025 മെയ് 18 വൈകിട്ട് 5 മണിക്കാണ് രാഹു രാശി മാറുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരുടെ 3ാം ഭാവത്തിലേക്കാണ് രാഹു രാശി മാറുന്നത്. ഈ രാശിമാറ്റം തീർച്ചയായും ഇവർക്ക് അവസരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കാണാൻ സാധിക്കും. ഇവർക്ക് അവസരങ്ങൾ വരും എന്ന് വെച്ചാൽ ഒരു വാതിൽ തന്നെ തുറന്നു കിട്ടും. എല്ലാ കാര്യത്തിലും ഇവർക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയമാണ് ഈ രാഹു മാറ്റം വഴി ഉണ്ടാകുന്നത്. രാഹു ഒരു നിഗൂഢ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും രാഹുവിന്റെ മാറ്റങ്ങൾ, ചില സ്ഥാനത്തേക്കുള്ള രാഹുവിന്റെ മാറ്റങ്ങൾ തീർച്ചയായും വളരെ അനുകൂല ഫലങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ യാത്രകളൊക്കെ പോകാൻ സാധിക്കും. നല്ല നല്ല യാത്രകളൊക്കെ പോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. കുടുംബം മൊത്തമൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പോകുന്ന അവസരങ്ങളായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. ഇവരറിയാതെ തന്നെ നല്ല നല്ല സുഹൃത്ത് വലയങ്ങൾ ഇവരിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതായി കാണാൻ പറ്റും. അത് തൊഴിൽ മേഖലയിലാണെങ്കിൽ പോലും നമ്മളെ എതിർത്ത് നിന്നവരൊക്കെ പെട്ടെന്ന് മാറിപ്പോയി പുതിയ പുതിയ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ആ ഒരു റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. നല്ല നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ സഹോദരങ്ങൾക്ക് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിലും അതെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ചോർന്നു പോയിട്ടുള്ള ഒരു ശക്തിയും ധൈര്യവും ഒക്കെ തിരികെ വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു ഊർജ്ജം ലഭിക്കുകയും പുതിയ പുതിയ രംഗങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. കൂടാതെ നിങ്ങൾക്ക് ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. ആശയവിനിമയ ശേഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വന്ന് അത് തൊഴിൽ മേഖലയിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രമോഷൻ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നൊരു സമയമാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴത്തിന്റെ മാറ്റം മെയ് 14 സംഭവിക്കുമ്പോൾ അതും ഈ ഒരു 4 ദിവസത്തിന് ശേഷം വരുന്ന ഈ രാഹുമാറ്റം കൂടി ആകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തിളക്കമുണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കണ്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കൂടാതെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് 3ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ സഹോദരങ്ങളുള്ള നിങ്ങളുടെ സ്നേഹം വളരെയധികം ഉയർന്നു നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു ശനിമാറ്റവും വ്യാഴമാറ്റവും രാഹുമാറ്റവും ഒക്കെ കൂട്ടിച്ചിന്തിക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തന്നെയായിരിക്കും ധനുരാശിക്കാർക്ക് 2025 ഉണ്ടാകാൻ പോകുന്നത്.